നെക്സ്റ്റ് സെക്ഷനാണ് കോഷി റെസിഡ്യൂ തിയറം. ഇത് ഇമ്പോർട്ടൻറ്റ് തിയറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫും പഠിച്ചിരിക്കുക. തിയറം പറയുന്നത് ലെറ്റ് സി ബി എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ സി എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാർ പോയിൻറ്റ്സ് സെറ്റ് k equal to 1 to etc n inside C. Then integral over C f of z dz is equal to 2 pi I sigma k equal to 1 to n residue at z is equal to zk f of z. അപ്പോൾ കോഷി റെസിഡ്യൂ തിയറം പറയുന്നത് സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ഒരു ഫംഗ്ഷൻ എഫ് അല്ലേ, അത് അനലിറ്റിക് ആണ് ഇൻസൈഡ് ആൻഡ് ഓൺ സി, സീൻ്റെ ഉള്ളിലും ആൻഡ് ഓൺ സി, സീയിലും അല്ലെ, അതായത് ബൗണ്ടറിയിലും, എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാർ പോയിൻറ്റ്സ് ഒക്കെ. അപ്പോൾ ആ സീൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് സിംഗുലാർ പോയിൻറ്റ്സ് ഉണ്ട് സെറ്റ്, അതിലല്ലാതെ ബാക്കി ആ സീൻ്റെ ഉള്ളിലും അതിൻ്റെ ബൗണ്ടറിയിലൊക്കെ എന്താണ് എഫ് എന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ്, ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 2 pi I റെസിഡ്യൂ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് കെ എഫ് ഓഫ് സെറ്റ് ആണ് വരുന്നത്. അതായത് 2 pi I റെസിഡ്യൂ സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. റെസിഡ്യൂ പറഞ്ഞാൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് അല്ലേ, V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയിഫിഷ്യൻ്റ് ആണ്. അവിടെ നമ്മൾ ഇൻറ്റഗ്രൽ വാല്യൂ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് പോയിന്റിൽ അനലിറ്റിക് അല്ലാത്ത ഒരുപാട് സിംഗുലാർ പോയിന്റ്സ് വരാന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 pi I കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് കിട്ടും, ഇൻറ്റഗ്രൽ വാല്യൂ കിട്ടും എന്നുള്ളതാണ് കോഷി റെസിഡ്യൂ തിയറം പറയുന്നത്. അപ്പോൾ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ഓക്കെ, അപ്പോൾ സി ബി എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് സി എന്ന് പറയുന്നത്. ദെൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു അനലിറ്റിക് ആണ് വിത്തിൻ ഇൻസൈഡ് ആൻഡ് ഓൺ സി എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാർ പോയിൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ Z1 ഉള്ള പോയിന്റ് എടുത്തു, Z2 Z3 എക്സെട്ര Zn വരെ എടുത്തു. കെ എന്നുള്ള അല്ലേ, ZK എന്നെടുത്തു. കെ വാരീസ് ഫ്രം 1 to n വരെയാണ്. അത് അപ്പോൾ നമ്മൾ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫസ്റ്റ് സർക്കിൾ C1 എടുക്കുകയാണ്, C1. അതുപോലെ തന്നെ ഇതിനെ സർക്കിൾ C2 എന്ന് എടുക്കുകയാണ്. സെൻറ്റർ Z2 ആയിക്കൊണ്ട് C2 എന്നുള്ള സർക്കിൾ എടുത്തു. അതുപോലെ തന്നെ സെൻറ്റർ Z3 ആയിട്ട് C3 എന്നുള്ള സർക്കിൾ എക്സെട്ര, അങ്ങനെ സെൻറ്റർ ZN ആയിട്ട് C എന്നുള്ള സർക്കിൾ എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിംഗുലാർ പോയിൻറ്റ്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ എടുക്കണം, അതായത് C1 C2 എക്സെട്ര C എന്ന് പറയുന്ന ഇത്രയും സർക്കിൾസും അതുപോലെ തന്നെ CK അല്ലേ, ഇത്രയും സർക്കിൾസും അതുപോലെ തന്നെ C എന്നുള്ള ടോട്ടൽ വരുന്ന ആ സർക്കിൾ ഉണ്ടല്ലോ, അത് ആ ബൗണ്ടറി ആണല്ലോ. ഇതെല്ലാത്തിനും കൂടി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് അനലിറ്റിക് ആവും എവിടെ, ഇതിൻ്റെ പുറത്ത് അല്ലേ, ഇതിൻ്റെ പുറത്തും അതുപോലെ തന്നെ സീൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഈ പോർഷനിലൊക്കെ എന്തായിരിക്കും, അനലിറ്റിക് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ്, ഇത് നിങ്ങൾ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ അല്ലേ. നമ്മൾ സിംപ്ലി കണക്റ്റഡും മൾട്ടിപ്ലി കണക്റ്റഡും പറഞ്ഞതായിരുന്നു, മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് കോഷി ഗോഡ്സാറ്റ്സ് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻസ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ഇതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സം എടുക്കുക അല്ലേ, അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻറ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇൻറ്റഗ്രൽ വാല്യൂ, ഇതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ഇതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂനോട് ഈക്വൽ ആയിരിക്കും മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ പറയുന്നത് സി എന്നുള്ള സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ഇവിടെ C1 C2 ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് CK എന്നുള്ളത്. ദെൻ നമുക്കറിയാം അല്ലേ, റെസിഡ്യൂ അറ്റ് Z ഇസ് ഈക്വൽ ടു ZK എഫ് ഓഫ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, റെസിഡ്യൂ അറ്റ് Z ഇസ് ഈക്വൽ ടു Z0 എഫ് ഓഫ് Z എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു B1 ഉള്ള കോയിഫിഷ്യൻ്റ് ആണല്ലേ. B1 ഇസ് ഈക്വൽ ടു ഇതെന്തായിരുന്നു 1/2 pi I ഇൻറ്റഗ്രൽ ഓവർ C എഫ് ഓഫ് Z ഡി സെഡ് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ZK ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, CK എഫ് ഓഫ് Z ഡി സെഡ് എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇൻറ്റഗ്രൽ ഓവർ CK ഈ പോർഷൻ ഇവിടെ നിർത്തുകയാണ്, ഇതിനിങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, 2 pi I റെസിഡ്യൂ അറ്റ് Z ഇസ് ഈക്വൽ ടു ZK എഫ് ഓഫ് Z ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ CK എഫ് ഓഫ് Z ഡി സെഡ് എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഈ ഇക്വേഷനിൽ ഇതിൻ്റെ പ്ലേസിൽ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, 2 pi I റെസിഡ്യൂ അറ്റ് Z ഇസ് ഈക്വൽ ടു ZK എഫ് ഓഫ് Z ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എന്തായിട്ടാണ് മാറുക, 1 ഇംപ്ലൈസ് ഇൻറ്റഗ്രൽ ഓവർ C എഫ് ഓഫ് Z ഡി സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n. ഇവിടെ ഇൻറ്റഗ്രൽ ഓവർ CK എഫ് ഓഫ് Z ഡി സെഡിന് പകരം എന്താ നമുക്ക് കിട്ടിയത്, ഇപ്പോൾ 2 pi I റെസിഡ്യൂ അല്ലേ, റെസിഡ്യൂ അറ്റ് Z ഇസ് ഈക്വൽ ടു ZK, റെസിഡ്യൂ അറ്റ് Z ഇസ് ഈക്വൽ ടു ZK എഫ് ഓഫ് Z എന്ന് കിട്ടി. ഓക്കെ,
അപ്പോൾ ഇത് തന്നെ ആയിരുന്നില്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നതും. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താ 2πi സമ്മേഷൻ്റെ പുറത്തെടുക്കാൻ 2πi കേട്ടോ. 2πi സിഗ്മ കെ ഈക്വൽ ടു 1 to n റെസിഡ്യൂ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് കെ എഫ് ഓഫ് സെഡ്. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല, ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു സി എന്നുള്ള പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു. അതുപോലെ തന്നെ ഒരുപാട് പോയിന്റ്സ്, അതിൽ ആ ഒരു ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്ത പോയിന്റ്സ് ആണ് Z1 Z2 എക്സെട്ര ZK എന്ന് എടുത്തു. അതിനെല്ലാം സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു അല്ലേ, ഓരോ സർക്കിൾ വരച്ചു. ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനിൽ കോഷി എക്സ്റ്റൻഷൻ ഓഫ് കോഷി ഗോർസാച്ച് തിയറം അപ്ലൈ ചെയ്തു. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് റെസിഡ്യൂ എന്താണ്, സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് B1 ആണെന്ന് അറിയാം. അപ്പോൾ ZK ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ CK എഫ് ഓഫ് സെഡ് DZ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് DZ ഇസ് ഈക്വൽ ടു 2πi സിഗ്മ കെ ഈക്വൽ ടു 1 to n റെസിഡ്യൂ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു ZK എഫ് ഓഫ് സെഡ്. അപ്പോൾ ഇത് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്തതായിരുന്നു അല്ലേ. ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്കൊന്നും ലിമിറ്റ് ഒന്നും തരാത്ത കേസിൽ റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മളൊരു പ്രോബ്ലം ചെയ്തതായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരൊറ്റ സിംഗുലാർ പോയിന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരുപാട് സിംഗുലാർ പോയിന്റ്സ് ഉണ്ടായിരിക്കും, ഒന്നതിലധികം കൂടുതൽ സിംഗുലാർ പോയിന്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സം എടുത്തിട്ട് അതിനെ നമ്മൾ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് ഇൻറ്റു Z-1 വേർ സി ഈസ് ദ സർക്കിൾ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ് അല്ലേ. അതായത് റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് 2 ആയിക്കൊണ്ട് ഒരു സർക്കിൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ അകത്ത് നമുക്ക് താഴെ ഇവിടെ എഫ് ഓഫ് സെഡ് എന്താ നോക്കാം. ആദ്യം എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z³ ഇൻറ്റു Z-1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ Z ഇസ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ Z ഇസ് ഈക്വൽ ടു 1 ഉള്ളത് എന്തായിരിക്കും, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ രണ്ട് പോയിന്റും, അതായത് Z ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും Z ഇസ് ഈക്വൽ ടു 1 രണ്ട് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് നമുക്ക് എവിടെ കിട്ടിയത്, ഇതിൻ്റെ അകത്താണ് കിട്ടിയത് അല്ലേ. 1 പറയുന്നത് ഇവിടെയാണ്, 0 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കോഷി റെസിഡ്യൂ തിയറായിട്ട് മാച്ച് ആയില്ല. അതായത് നമ്മൾ ഇങ്ങനെയായിരുന്നു പറയുന്നത്, സി എന്നുള്ള ഒരു കോണ്ടൂർ അല്ലേ, സി എന്നുള്ള ഒരു കർവ്, സിമ്പിൾ ക്ലോസ്ഡ് കർവ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ അനലറ്റിക് അല്ലാത്ത പോയിന്റ് Z1 Z2 ഒരുപാടെണ്ണം അങ്ങനെ തന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ സി എന്നുള്ളത് എന്താണ്, സി എന്നുള്ളത് മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള സർക്കിളാണ്. അതുപോലെ തന്നെ Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റില്ലേ, ഇതിന് നമുക്ക് Z1 എന്ന് കൊടുക്കാം. Z1 എന്ന് പറഞ്ഞാൽ 0, Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ആണ് വരുന്നത്. അത് രണ്ടും എന്താണ്, അതിൻ്റെ അകത്ത് വരുന്ന പോയിന്റാണ്. അപ്പോൾ ഈ പോയിന്റിലാണ് എന്ത് വരുന്നത്, അനലറ്റിക് അല്ലാത്ത പോയിന്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2πi സിഗ്മ കെ ഈക്വൽ ടു 1 to n റെസിഡ്യൂ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു ZK എഫ് ഓഫ് സെഡ് ആണ് അല്ലേ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു 0യിലുള്ള പോയിന്റ് അല്ലേ, എന്താണ് റെസിഡ്യൂ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ Z ഇസ് ഈക്വൽ ടു 1 Z ഇസ് ഈക്വൽ ടു 0 Z ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ ഇങ്ങനെ മാറ്റേണ്ടി വരും അല്ലേ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ Z³ ഇങ്ങനെ എടുക്കേണ്ടി വരും അല്ലേ. അതായത് ഇങ്ങനെ എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഫൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫൈ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/Z-1 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്ന് പറയാൻ പറ്റും, Z ഇസ് ഈക്വൽ ടു 0 ക്യൂബാണ് വരുന്നത് അല്ലേ. അതായത് ഇതിൻ്റെ പവർ എന്താണ്, M ഇസ് ഈക്വൽ ടു 3 ആണ്. അതായത് പോൾ ഓഫ് അല്ലേ, പോൾ ഓഫ് നമുക്ക് എന്ത് പറയാൻ പറ്റും, പോൾ ഓഫ് ഓർഡർ 3 ആണ് പറയാം. പോൾ ഓഫ് ഓർഡർ 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, റെസിഡ്യൂ അറ്റ് Z ഇസ് ഈക്വൽ ടു Z0 എന്നുള്ളത് ഇവിടെ 0 ആണ്. എഫ് ഓഫ് Z ഇസ് ഈക്വൽ ടു ലിമിറ്റ് Z ടെൻസ് ടു 0 നമ്മൾ ഒരുപാട് ചെയ്തതായിരുന്നു അല്ലേ. 1/m-1 ഫാക്ടോറിയൽ, ഇവിടെ M 3 ആണ്, 3 - 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു d² ഡിവൈഡഡ് ബൈ dz² ഇൻറ്റു Z³ എഫ് ഓഫ് Z എന്ന് എഴുതാൻ പറ്റും അല്ലേ. Z ഇസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, ലിമിറ്റ് Z ടെൻസ് ടു 0 1/2 ഫാക്ടോറിയൽ ഇൻറ്റു d² ഡിവൈഡഡ് ബൈ dz² ഇൻറ്റു ഫൈ ഓഫ് Z എന്ന് എഴുതാം. ഫൈ ഓഫ് Z എന്താണ്, 1/Z-1 എഴുതാം അല്ലെ. ഇസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/Z എന്ത് വരും, -1/Z² എന്ന് വരും. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2/Z-1 ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് Z ടെൻസ് ടു 0 1/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെ അല്ലേ, 2/Z-1 ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു സെഡിനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ലിമിറ്റ് Z ടെൻസ് ടു 0 2/Z-1 ഹോൾ ക്യൂബ് എന്ന് വരും.
ഈക്വൽ ടു ഇവിടെ എന്ത് വരും, സെഡിന് 0 എടുത്തു കഴിഞ്ഞാൽ -1 ഹോൾ ക്യൂബ് എന്ന് വരും. -1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, -1 ആണ്. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 വരും. ഓക്കെ, അപ്പോൾ -1 ആണ് റെസിഡ്യൂ എന്ന് കിട്ടി. അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0യിലുള്ള റെസിഡ്യൂ ആണ് -1 കിട്ടി. അതുപോലെ നമുക്ക് അടുത്തൊരു സിംഗുലർ പോയിന്റും കൂടെ ഉണ്ട്. ഏതാണ് അത്? സെഡ് ഇസ് ഈക്വൽ ടു 1 അല്ലേ. നെക്സ്റ്റ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 1ൽ സെഡ് ഇസ് ഈക്വൽ ടു 1ൽ എഫ് ഓഫ് സെഡിന് നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഫൈവ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് 1 എഴുതാം അല്ലേ. വേർ ഫൈവ് ഓഫ് സെഡ് എന്തായിരിക്കും? ഫൈവ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ സെഡ് ക്യൂബ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഇത് സിമ്പിൾ പോളാണ് അല്ലേ, ഓർഡർ 1 ആണ് വരുന്നത്. ദാറ്റ് ഈസ് സിമ്പിൾ പോളാണ് പറയാൻ പറ്റും. സിമ്പിൾ പോളാകുമ്പോൾ നമ്മൾ എന്തായിരുന്നു ലിമിറ്റ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പറയുന്നത്? റെസിഡ്യൂ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 1 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു 1 എഫ് ഓഫ് സെഡ് അല്ലേ, സെഡ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു 1 ഇൻറ്റു ഫൈവ് ഓഫ് സെഡ് പറഞ്ഞാൽ 1 ബൈ സെഡ് ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ റെസിഡ്യൂ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ റെസിഡ്യൂ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്താണെന്ന് കിട്ടി? -1 ആണ് കിട്ടി. അപ്പോൾ നമ്മൾ ടോട്ടൽ ലാസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 2πi. ഇവിടെ 2 വാല്യൂ ഉള്ളൂ വരുന്നത് അല്ലേ. ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റഗ്രൽ വാല്യൂ എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ സി 1 ബൈ സെഡ് ക്യൂബ് ഇൻറ്റു സെഡ് മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2πi ഇൻറ്റു ഇത് രണ്ടെണ്ണത്തിൻ്റെയും കൂടെ റെസിഡ്യൂ ആണ്. ആദ്യം സെഡ് ഇസ് ഈക്വൽ ടു 0യിലുള്ളതും പിന്നെ സെഡ് ഇസ് ഈക്വൽ ടു 1ലുള്ളതും ആഡ് ചെയ്യാം. സെഡ് ഇസ് ഈക്വൽ ടു 0യിലുള്ളത് നമുക്ക് -1 ആണെന്ന് കിട്ടി, 1ലുള്ളത് 1 ആണെന്ന് കിട്ടി. അപ്പോൾ എന്തൊരു -1 + 1 എന്ന് പറഞ്ഞാൽ 0 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റഗ്രൽ വാല്യൂ എന്താണ് വരുന്നത്? 0 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അത് റീജിയൻ ടോട്ടൽ സി എന്നുള്ള സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ കണ്ടെത്തുക. അതിനകത്ത് വരുന്ന പോയിൻറ്റ്സ് തന്നെയാണോ ഐസൊലേറ്റഡ് പോയിൻറ്റ്സ് ഉള്ളത് കൺഫേം ചെയ്യുക. അതിനുശേഷം ഓരോ പോയിന്റിലും 0യിലും 1ൽ അങ്ങനെ എത്ര പോയിൻറ്റ്സ് ഉണ്ട് അതിലൊക്കെ വരുന്ന റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാം കൂടെ ആഡ് ചെയ്യുക, 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇൻറ്റഗ്രൽ ഓവർ സി 2z² + 2 ഡിവൈഡഡ് ബൈ z² - 1 dz വേർ first condition C is the circle mod z minus 1 is equal to 1 in the counterclockwise direction and C is the circle mod z is equal to 2 in the counterclockwise direction. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റീജിയൻ നോക്കാം. അതായത് സി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കിളാണ് വിത്ത് മോഡ് z മൈനസ് 1 is equal to 1 എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് 1ഉം സെൻറ്റർ എന്താ വരിക? 1 0 അല്ലേ. സെൻറ്റർ 1 0യും റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്താണ്? 2z² + 2 ഡിവൈഡഡ് ബൈ z² - 1. അതിനെ നമുക്ക് എന്ത് എഴുതാം? 2z² + 2 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 അല്ലേ. z² - 1ന് എന്ത് എഴുതാം? z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്ത് ഇവിടെ നമ്മൾ നോക്ക് ഡിനോമിനേറ്ററിൽ z ഇസ് ഈക്വൽ ടു 1ലും z ഇസ് ഈക്വൽ ടു -1ലും എന്തായിരിക്കും? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുന്ന പോയിന്റ്സ് ഈ റീജിയൻ്റെ അകത്താണോ നമ്മൾ ചെക്ക് ചെയ്യണം. അകത്താണെങ്കിൽ മാത്രമേ ഉള്ളൂ കോഷി റെസിഡ്യൂ തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ z ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ റീജിയൻ്റെ അകത്താണ് വരുന്നത്. z ഇസ് ഈക്വൽ ടു -1 അത് ഇതിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ നമുക്ക് z ഇസ് ഈക്വൽ ടു 1ലുള്ളത് മാത്രം നോക്കിയാൽ മതി, -1ൻ്റെ കേസ് വേണ്ട. ഓക്കെ, രണ്ടും വരുന്ന കേസിലാണ് അപ്പോൾ നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. രണ്ടെണ്ണത്തിൻ്റെ എഴുതണം. z ഇസ് ഈക്വൽ ടു 1ലും -1ലും ഉള്ളത് കണ്ടതിന് ശേഷം രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം z ഇസ് ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? z ഇസ് ഈക്വൽ ടു 1 വിത്തിൻ ആൻഡ് ഓൺ സി മോഡ് z മൈനസ് 1 ഇസ് ഈക്വൽ ടു 1. ഹെൻസ് ബൈ കോഷി റെസിഡ്യൂ തിയറം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻറ്റഗ്രൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻറ്റഗ്രൽ ഓവർ സി 2z² + 2 divided by z² minus 1 dz is equal to 2πi residue at z is equal to 1 f of z. ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. ദെൻ അറ്റ് z is equal to 1 എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? എഫ് ഓഫ് സെഡ് സിമ്പിൾ പോൾ ആയിരിക്കും അല്ലേ. കാരണം എഫ് ഓഫ് സെഡ് നമുക്കറിയാം 2z² + 2 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 ആണ്. z is equal to 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ അല്ലേ, അതായത് ഇതിനെ ഫൈവ് ഓഫ് സെഡ് ആക്കി എടുക്കാം. ദറ്റ് ഈസ് ഫൈവ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 2z² + 2 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ബാക്കി വരുന്ന ഈ ടേം എന്താണ്? സിമ്പിൾ പോളാണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് അറ്റ് z ഇസ് ഈക്വൽ ടു 1 എഫ് ഓഫ് സെഡ് ഹാസ് എ സിമ്പിൾ പോൾ അല്ലേ, ഹാസ് എ സിമ്പിൾ പോൾ. അപ്പോൾ സിമ്പിൾ പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? റെസിഡ്യൂ അറ്റ് z ഇസ് ഈക്വൽ ടു 1 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ ചെക്ക് ചെയ്യാം നമുക്ക്? ലിമിറ്റ് അല്ലേ, ലിമിറ്റ് z ടെൻസ് ടു 1 z മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 1 ഫൈവ് ഓഫ് സെഡ്. ഫൈവ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2z² + 2 ഡിവൈഡഡ് ബൈ z പ്ലസ് 1. ഓക്കെ,
നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിന് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 × 1 + 2 എന്ന് പറഞ്ഞാൽ 4/2 എന്ന് വരും അല്ലേ. 4/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് വരിക. അപ്പോൾ റെസിഡ്യൂ അറ്റ് z = 1 f of z എന്താണ് 2 ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻറ്റഗ്രൽ ഓവർ 2z² + 2 / z² - 1 dz = 2πi ഇൻറ്റഗ്രൽ 2πi റെസിഡ്യൂ അറ്റ് z എന്താണ് 2πi × 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πi. അപ്പോൾ ഇതായിരിക്കും ഇവിടെ വരുന്ന ഇൻറ്റഗ്രൽ വാല്യൂ. അപ്പോൾ ഒരു റീജിയൻ്റെതാണ് അല്ലേ, അത് മോഡ് z - 1. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സീസ് ദ സർക്കിൾ മോഡ് z = 2 ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മോഡ് z = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ 0 0യും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ് അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെ വരും, സെൻറ്റർ 0 0 റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ ആകുമ്പോൾ നമുക്കറിയാം z = 1 ഉം z = -1 ആയിരുന്നു ഇവിടുത്തെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് വന്നിരുന്നത്. അപ്പോൾ z = 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും -1 ഇവിടെ ആയിരിക്കും അല്ലേ. രണ്ടും എന്താണ്, ഇതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടിലുള്ള റെസിഡ്യൂ ചെക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, അതുപോലെ തന്നെ ചെക്ക് ചെയ്യുക. അറ്റ് z = 1 2 ആണ് റെസിഡ്യൂ കിട്ടുക. അറ്റ് z = -1 -2 ആണ് കിട്ടുക. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.